ഇന്ന് ഞാനേ ചേമ്പ് നടാന്ന് വിചാരിക്കാം. ചേമ്പ് നടാനായിട്ട് കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ട് നടാന്ന് വിചാരിച്ചാ. പക്ഷെ അപ്പൊ അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ രണ്ടിന്റെ ഉള്ളിൽ 2-3 മഴ പെയ്തപ്പോ വിത്തെടുത്ത് വെച്ചതൊക്കെ മുളച്ചു പോയി. അപ്പൊ അതൊന്ന് നടാം. അപ്പൊ ഈ സ്ഥലത്താണ് നടാന്ന്. അപ്പൊ അതിന്റെ ലെവൽ ചെയ്തിട്ട് നടാം. അപ്പൊ അതൊന്ന് ഞാൻ കാണിച്ചു തരാട്ടെ, എങ്ങനെ നടുന്നുള്ളത് രൂപം ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടാ. ഇതൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ടേ. റെഡിയാക്കി നല്ല ഇതില് മഴ പെയ്തപ്പോ എടുത്തു വെച്ചതൊക്കെ നനഞ്ഞ് ആറ്റിങ്ങ കംപ്ലീറ്റ് മുളച്ചു ആയിപ്പോയി. കുറച്ച് ദിവസമായത് അത് കാരണം ഒന്നും ചെയ്യാൻ പറ്റണ്ടേ. ചേമ്പ് നടേണ്ട സ്ഥലം നമ്മളിപ്പോ ഇതിങ്ങനെ ആക്കിയിട്ടുണ്ട്, ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് കരിയിലകളുണ്ട് ഇടാം. ഇത് ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തുണ്ടാകുമ്പോൾ ഗുണം ചെയ്യും, വലുതാവാനും പിന്നെ വളമാവും, എല്ലാം കൊണ്ടും ഇതാവുള്ള. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കായ്ബലം നല്ല രീതിയിൽ വരും. ഇതിന് ഇളക്കം കിട്ടില്ല, അപ്പൊ വളമാവും ചെയ്യും, എല്ലാം ചെയ്യും. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മണ്ണങ്ങോട്ട് ഇട്ട് ഉറപ്പിക്കാം. വേണ്ട, ഇതേമാതിരി മണ്ണങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് ചാരം ഓരോ ചേമ്പ് നടണതിന്റെ കുഴിയിൽ കൊണ്ടിട്ട് ചാരം ഇടാ, ചാണം ഇടാട്ടാ, എന്ത് വേണേലും ഇടാം നമുക്ക്. ഇവിടെ നടാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു കുഴിയാക്കാം. ഒരു 3 ലെയറായിട്ട് നമുക്ക് നടാം. കുഴി കുറ്റിൻ്റെ അവിടെ നിന്ന് ഡയറക്റ്റ് കട ചാരത്തിലേക്ക് വരില്ല, അതാണ് കേട്ടോ. അങ്ങനെ ചെയ്യാം നമുക്ക്. ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു വളം കൂടി ചെയ്യാനുണ്ട് ഇതിന്. അതായത് നട്ട് ഇലകളൊക്കെ ചൊവ്ഞ്ഞ് വന്ന്, ഇതിപ്പോ ഇലകൾ വന്നതുകൊണ്ട് ഇതില് പൊടിച്ചതിന്റെ പേരിൽ ഇലകളുള്ളതുണ്ട്. അപ്പൊ ഇനി നട്ട് ഒരു 1.5 മാസം 2 മാസം കഴിയുമ്പോൾ ഒന്നും കൂടി ചെയ്യേണ്ടി വരും. ഇതേമാതിരി തന്നെ ചാണകം ചാരമൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വളം ഇട്ട് കൊടുത്ത് ഇതേമാതിരി ഒന്ന് മൂടിയിടാം. അപ്പൊ പുല്ലിങ്ങിലൊക്കെ ഒന്ന് പോയിക്കോളും. പിന്നെ നമുക്ക് വേറെ വളമൊന്നും ചെയ്യേണ്ടി വരില്ല. ഇത് പൊടിച്ച് വരുന്നത് നല്ല ഉഷാറായിട്ട് വരാൻ വേണ്ടി ചെയ്യണ്ട.
ചേമ്പ് എന്ന് പറയുമ്പോൾ പലർക്കും നമ്മുടെ നാട്ടിൽ പല സംശയങ്ങളാണ്. എല്ലാവരും ചേമ്പ് എന്നല്ലതിന് പറയുന്നത്. ചേമ്പിൽ തന്നെ പല ഐഡിയ ഉണ്ട്, പല വെറൈറ്റി സാധനങ്ങളുണ്ട്. ഇത് പൊടിച്ചേമ്പാണ്. കണ്ടിച്ചേമ്പുണ്ട്, നീലച്ചേമ്പുണ്ട്, കുളച്ചേമ്പുണ്ട്, അങ്ങനത്തെ പല സാധനങ്ങളുണ്ടല്ലോ. ഇത് നമ്മുടെ കൂർക്കരമായിരിക്കുന്ന ചേമ്പാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതാണ് നല്ല ടേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. പിന്നെ ചേമ്പുകളുണ്ട്. ഇത് പൊടിച്ചേമ്പ് കേട്ടോ. അപ്പോൾ നമുക്ക് നട്ടത് ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ ഈ ചാരം മിക്സ് ചെയ്തതിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ച് കൊടുക്കാം. ഓരോ വിത്തും വെച്ച് കൊടുക്കാം. മണ്ടോട്ട് മൂടാം. വെച്ചില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഈ വളം ഇട്ടത് തന്നെ നമുക്ക് ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം, അതായത് ഇപ്പൊ ഇല വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്, പൊടിച്ചാരനുണ്ട്, നിവൃത്തിയില്ലാണ്ടായി പോയി. ഇപ്പൊ വലുതൊക്കെ മാറ്റി വെച്ചിട്ട് ചെറുത് മാത്രമേ ഞാൻ നടണുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഒരു 1-2 മാസം ആ മഴ പെയ്യുന്ന ടൈം ആകുമ്പോൾ നമ്മൾ ഇതിനെ ഒന്നും കൂടി ക്ലിയർ ആക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴേ വളം ഒന്നും കൂടി വലിക്കുള്ളേ, അപ്പോഴേ നടേണ്ടതും. അപ്പം ഇതിനെന്താണ്, അപ്പം ആ നേരത്തെ ചാണപ്പൊടിയും ചാരം കൂടി മിക്സ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ ചെയ്തില്ലേ, ഈ ചെയ്ത മാതിരി തന്നെ ഇതിൻ്റെ കടക്കൊക്കെ പുല്ല് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ പുല്ലൊക്കെ പറിച്ച് കളഞ്ഞും കഴിഞ്ഞിട്ട് നേരെ ഇപ്പം ഈ ചെയ്ത ചാണപ്പൊടിയും ചാരം കൂടി മിക്സ് ചെയ്തും കഴിഞ്ഞിട്ട് ഒരു ലെയർ കൊണ്ട് ഇട്ട് കൊടുക്കാം. ആ കടക്കേൻ്റെ ഇടുന്നില്ല, ഒരു ലെയർ കൊണ്ട് തൂളി കൊടുത്താലും മതി. എന്നിട്ട് അതിൻ്റെ മേലെ 4 സൈഡിൽ നിന്ന് മണ്ണ് കുറച്ച് ചെത്തിയും കാണിട്ട് മൂടുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും ചെയ്യണ്ട. പിന്നെ നമുക്ക് പറക്കുന്ന ടൈമിൽ പറിച്ചാൽ മതി. നല്ല കായ്ബലം ഉണ്ടാവും, നല്ല ഉഷാറായിട്ട് വരും. ഞാനിപ്പോൾ ഇത് നട്ടിട്ടുള്ളത് മാർച്ച് മാസത്തിലാണ് നട്ടിട്ടുള്ളത്. ഇപ്പം നടേണ്ട ശരിക്കുള്ള ടൈം അല്ലത്, കുറച്ചും കൂടി സമയം കണ്ട. ഫസ്റ്റ് മഴ വന്ന് പെയ്യുമ്പം ഭൂമി തണുക്കുന്ന സമയത്താണ് എല്ലാവരും സാധാരണ ഇത് നടാറുള്ളത്. അപ്പം ഞാൻ ഒന്നാമത്തേലെ ഒരു കാര്യം ചെയ്യണത് ഒന്നും സമയത്തിന് ചെയ്യാറൊന്നുമില്ല. ഞാൻ എൻ്റെ വെള്ളം വരാത്ത രീതിയിൽ എനിക്ക് ആദായം കിട്ടുന്നതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ സമയം കിട്ടുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യണം. എനിക്ക് കുഴപ്പങ്ങളൊന്നും വരാറില്ല. അതിൻ്റെ പേരിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇത് കൃഷി ശരിയായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ സമയവും മൂത്തും മറ്റുള്ളതൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുക സാധാരണ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് മാർച്ച് മാസത്തിലാണ്. ഇനിയിപ്പോൾ ജൂൺ മാസം ആകുമ്പോൾ മഴ പെയ്യുമ്പോൾ ഞാൻ ഒന്നും കൂടി ഇതിന് പുല്ലൊക്കെ കളഞ്ഞും കാണിട്ട് ഇപ്പം ഈ ചെയ്ത മാതിരി തന്നെ ഒരു ലെയർ ചാണപ്പൊടിയും ചാരമൊക്കെ മിക്സ് ചെയ്തും കാണിട്ട് അതിൻ്റെ തൂളി കൊടുത്തും കാഞ്ഞ് മണ്ണതിൻ്റെ ഉള്ളിൽ മേലെ വെട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറൊരു വളം ചെയ്യണില്ല. പിന്നെ ഞാൻ പറിക്കുള്ളൂ. അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്തു വരുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു നല്ല ഇതാവട്ടെ, എല്ലാവരും ചെയ്യുക, എല്ലാവർക്കും നല്ല വിളവെടുപ്പ് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നെൻ്റെ ഈ ചെറിയ വീഡിയോ ഞാൻ